ഹായ് ഫ്രണ്ട്സ്, സ്നേഹയുടെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റബിൾ ആണ് പൊട്ടറ്റോ. ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കാത്തു സൂക്ഷിക്കുന്നതിനും പൊട്ടറ്റോ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് പൊട്ടറ്റോ. ഇന്ന് നമുക്ക് പൊട്ടറ്റോ ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കാം. മറ്റൊന്നുമല്ല, ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൊട്ടറ്റോ 65 ആണ്. നമുക്ക് ഒട്ടും സമയം കളയാതെ പൊട്ടറ്റോ 65 റെഡിയാക്കാൻ തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി പൊട്ടറ്റോ 65 ആണ്. അതിനായിട്ട് ഒരു 250 ഗ്രാം പൊട്ടറ്റോ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ്. പൊട്ടറ്റോ ഹാഫ് കുക്ക്ഡ് ആയാൽ മതി. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ കോൺഫ്ലോർ, മൈദപ്പൊടി എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്കിനി ഇതിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ, മൈദപ്പൊടി എന്നിവ ചേർത്ത് നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. അതിനുശേഷം പൊട്ടറ്റോ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഡീപ്പായിട്ട് പൊട്ടറ്റോ ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ പൊട്ടറ്റോയുടെ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ പൊട്ടറ്റോയുടെ അടുത്ത ബാച്ചും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത ബാച്ചും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിനി പൊട്ടറ്റോ 65 ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഒരു സവാള, മൂന്ന് ഉണക്കമുളക്, ആവശ്യത്തിന് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരൽപ്പം മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ടൈമിൽ അല്പം തൈര്, ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. യാതൊരുവിധ കളർ പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്താണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം.